അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് ശിവരാത്രിയാണ്. ഞാൻ നല്ല ഡിലേ ആയിട്ടാണ് പോകുന്നത്. അപ്പം അമ്മ എന്തായാലും നടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കാണാം. അപ്പൊ നമ്മളിപ്പോ അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിന്റെ അടുത്ത് തന്നെ പറഞ്ഞാൽ അടുത്ത് തന്നെയാണ്. അപ്പൊ അമ്മ വഴിപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെസീറ്റ് ആക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ അനിയനാണ് കൗണ്ടറിൽ അവിടെ ഇരിക്കുന്നത്. പിന്നെ അവിടുന്ന് തൊഴുതിറങ്ങി നമ്മളെല്ലാവരും കൂടെ നേരെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വേറൊരു അമ്പലത്തിൽ പോയിട്ടാ. ഈ അമ്പലം എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ എന്നും പോകുന്നൊരു അമ്പലമാണ്. നമ്മുടെ ദേശത്തിലുള്ള അമ്പലം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. പിന്നെ അമ്മ എപ്പോഴും ഏത് അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് വഴിപാട് പ്രധാനമാണ്. അപ്പോൾ ആ പൈസ ഞാൻ നിലത്തിട്ട് വീഡിയോ എടുക്കുന്ന തിരക്കിൽ. അപ്പോൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നത് ഇവിടെ, വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. നേരത്തെ തന്നെ നെറ്റിയിൽ കുറേ കിട്ടുന്നുണ്ട്. പിന്നെ വലിയ NH ആയതുകൊണ്ട് നെറ്റി കുറേ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പത്തേനും തിരുമേനി വന്ന് നമുക്ക് പ്രസാദം തന്നിട്ടുണ്ട്. അർച്ചനയ്ക്കും കൂടെ വെച്ചല്ലേന്ന് പറഞ്ഞു. പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള അവരായിരുന്നു കേട്ടോ. അപ്പോൾ അവരിവിടെ എന്തോ പൊങ്കല് പോലെ എന്തോ വെച്ചിട്ടുള്ള എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നേരെ അപ്പം നമ്മൾ ഇനി നേരെ ഇന്ന് ഫുള്ള് അമ്പലവാസമാണ് കേട്ടോ. ഇന്ന് ഞാൻ വൃദ്ധമാണ്, ശിവരാത്രി വൃദ്ധം. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ ശിവരാത്രിക്കും ഫുള്ള് ശിവരാത്രി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഞാൻ 12 മണി വരെ ആയിരിക്കും എടുക്കുന്നത്. നോക്കാം നമുക്ക്. അമ്പലത്തിൽ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് കർപ്പൂരം കത്തിച്ചിട്ട് ഒന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീണ്ടും ശിവയുടെ അമ്പലത്തിലേക്ക്. അപ്പോഴാണ് ഇവര് കളിപ്പാട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ 2 കുട്ടികളും അവരുടെ അമ്മ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂമാണ് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം രാവിലെ ആ ട്രഡീഷണൽ ഇതായതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം വരെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 11:30 ആവാനായില്ലേ. കുറച്ച് നേരം കഴിഞ്ഞാൽ അന്നദാനം ഉണ്ട്. അത് അന്നദാനം മഹാദാനം എന്നാണല്ലോ. അപ്പോൾ ഈ പനി വന്നില്ലേ, അപ്പം ഞാൻ അവൻ നിൽക്കുന്ന പറഞ്ഞിട്ട് വണ്ടി വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവിടെയൊക്കെ ക്ലീനിങ് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇല്ല ഇതാക്കാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്ത് വിളക്ക് പൂജ ഉണ്ട്. വിളക്ക് പൂജ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് പിന്നെ വൃദ്ധമാണ്. അപ്പോൾ രാവിലെ കഴിച്ചിട്ടില്ല. അപ്പോൾ വിളക്ക് പൂജ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം വീട്ടിലേക്ക് വരാം. പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ശിവരാത്രി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഫുള്ളും വീഡിയോയിൽ കാണാം. ഞാൻ ഫുള്ളായിട്ട് വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞാൽ ഫുഡ് എടുക്കാനുള്ള ടൈം. അപ്പോൾ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ നന്മ മരങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കുഞ്ഞു മക്കളെ വെയിലത്ത് ഇരിക്കുന്നത് അതിനെ മാറ്റി ഈ വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കണ്ട പിള്ളേരൊക്കെ നന്മ മരങ്ങളാണ്. അപ്പം അവരതിനെ മാറ്റി അതിനെ തൂക്കി വെച്ചിട്ട് തണലത്ത് ഇരിക്കുന്നുണ്ട്. സാധനം വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുഞ്ഞു പടക്കമാണ് കേട്ടോ. അതിങ്ങനെ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പൊട്ടും. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. അപ്പൊ ഞാനും വാങ്ങി, വേറെ ഇവരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ താത്താന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു വട്ടമേശയായിട്ട് ഇങ്ങോട്ട് ഇരിക്കാനായിട്ടാ. ഇതിപ്പോ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. കാരണം ഞാൻ വൃദ്ധമായതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓഫീസിലൊക്കെ ആണെങ്കിൽ ടീ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒന്നും വൃദ്ധമായതുകൊണ്ട് അങ്ങനെ ഒന്നും കഴിക്കാനും പറ്റത്തില്ലല്ലോ. രാവിലെയും കഴിക്കില്ല. അപ്പൊ അന്നദാനം എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. വന്ന് കഴിച്ച് പോകുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ അവിടെ പോയി നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാം. എനിക്ക് കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇന്നും രാവിലെ ഫുഡ് കഴിക്കും. ഞാൻ എപ്പോഴും രാവിലെ ഫുഡ് കഴിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാറില്ല. കുറച്ചാണെങ്കിലും തന്നെ ഞാൻ കഴിക്കാം. പിന്നെ എന്താ പറയുക, ഒരു ഉഗ്രൻ സദ്യയായിരുന്നു കേട്ടോ. യുവതലമുറകളാണ് ഫുഡ് ഇതാക്കുന്ന വിളമ്പുന്നത് കേട്ടോ. അപ്പൊ അനിയൻ എനിക്ക് കുറച്ച് അവിയലത്തില്ല. അവൻ അറിയായിരുന്നു എനിക്ക് അവിയൽ ഇഷ്ടമാണ്. എന്നിട്ട് വേണം വെച്ചിട്ട് എനിക്ക് കുറച്ച്, അപ്പൊ എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് വെച്ചാൽ പറയുന്നു. പിന്നെ എല്ലാവരും സാമ്പാർ നല്ലൊരു സദ്യയാണ്. നന്നായിട്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ എഗിൻ സദ്യക്ക് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ആയപ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വട്ടമേശയിൽ തന്നെയാണ് ഗൈസ്. ഇപ്പം നമ്മൾ വിളക്ക് പൂജയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം അമ്മ പോയിട്ടുണ്ട്. പാട്ടൊക്കെ ഉണ്ട്. അമ്മ നേരത്തെ വിളക്കൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പോവുകയാണ്. ഇപ്പോൾ റെഡിയൊക്കെ ആയി. എന്തായാലും പോവാം. അപ്പൊ പറഞ്ഞ പോലെ വിളക്ക് പൂജയ്ക്ക് നമ്മളെല്ലാവരും എത്തി. നമ്മൾ അമ്പലമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും നമ്മളവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ കിസ് ചെയ്യുന്നു ഗൈസ്.
അപ്പൊ വിളക്ക് പൂജക്കുള്ള ഇത് പേര് കൊടുക്കുകയായിരുന്നു കേട്ടോ. പേര് കൊടുത്ത് നമ്മൾ ഇതാക്കണം. പിന്നെ ഇതാ തിരുമേനിക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം. അപ്പൊ ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം ഇരുന്ന സ്ഥലം തന്നെ വേണം പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ വിളക്ക് ഇത് ഞാൻ ഗുരുവായൂർ പോയിട്ട് കഴിഞ്ഞ മന്ത് ഗുരുവായൂർ പോയപ്പോൾ ലേലം വിളിച്ച് വാങ്ങിച്ച വിളക്കാണ് കേട്ടോ. അപ്പൊ അതിൽ തന്നെ എന്റെ ഈ വർഷത്തെ വിളക്ക് പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഭഗവാൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഫോൺ എടുത്ത് കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ വിളക്ക് പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദീപാരാധനയ്ക്ക് വേണ്ടി അവിടെ നിന്ന് എണീറ്റ് ദീപാരാധനയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചധികം പേരുണ്ടായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ടിലുള്ളവരുടെ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചു നേരം അമ്പലത്തിൽ തന്നെ ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എഗെയിൻ നമ്മുടെ ഗാനമേളയായിരുന്നു. ഇത് പുറത്തുനിന്നുള്ളവരുടെ അപ്പോൾ കഴിഞ്ഞ വർഷം ഇവർ തന്നെയായിരുന്നു നടത്തിയിട്ട് ഇവരുടെ ഗാനമേള തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെ ഒരു ഇതായിരുന്നു പൊറോട്ട നാടകം. അതിന്റെ ഒരു ചെറിയ പാർട്ട് ഉണ്ടായിരുന്നു. മൈക്ക് ഞാൻ ഒരിക്കലും കൈവിട്ട് കൊടുക്കില്ല. ഞാൻ തന്നെയായിരുന്നു ആങ്കറിങ്. നമ്മുടെ പിള്ളേരുടെ പരിപാടിക്ക് ഞാനായിരുന്നു ആങ്കറിങ്. പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും അനിയനും കൂടെ ഏത് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പിന്നെ അവസാനം പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ട്രോഫിയും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വേറെ അവരുടെ ട്രോഫിയാണ് ഞാൻ വാങ്ങിച്ച് കഴിച്ച് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. താങ്ക് യു.